അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂതിറു ബി സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ വഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഫഖുൽ ഹുവല്ലാഹു അഹദ് വയഖൂൽ ബഅദമാ യുസല്ലിം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് സലാസ മറാത്തിൻ യർഫഉ ബിഹാ സൗതഹു. ഇമാം നസായി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല സ്വഹീഹ് എന്ന് രേഖപ്പെടുത്തിയ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്ർ നമസ്കരിക്കുമ്പോൾ ഒന്നാം റക്അത്തിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലയും രണ്ടാം റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും മൂന്നാം റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ആണ് ഓതിയിരുന്നത്. സലാം വീട്ടിയ ശേഷം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 3 തവണ പറയുകയും ശബ്ദം ഉയർത്തുകയും ചെയ്യുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിത്ർ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഹദീസാണ് ഇത്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്ർ നമസ്കരിക്കുമ്പോൾ സബ്ബിസ്മ റബ്ബിക്കൽ അഅ്ലയും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസുമാണ് ഓതിയിരുന്നത്. ഈ 3 റക്അത്തിനിടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടുമായിരുന്നില്ല, തുടർച്ചയായാണ് നമസ്കരിച്ചിരുന്നത്. രണ്ടാം റക്അത്തിൽ അത്തഹിയാത്തിനും ഇരിക്കുമായിരുന്നില്ല. തുടർച്ചയായി 3 റക്അത്ത് വിത്ർ നമസ്കരിച്ച് സലാം വീട്ടിയ ശേഷം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് പറയുകയും ഇതിൽ 3-ാം തവണ യുത്തീലുൻ നുത്ഖ ഫി ആഖിരി മറ ബി ഖൗലിഹി സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്നത് കുറച്ചു നീട്ടി പറയുകയും ചെയ്യുമായിരുന്നു. വിത്ർ നമസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന ദിക്ർ പല ആളുകളും ചൊല്ലാറുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്തതിനാൽ ചൊല്ലാറില്ല. സുബ്ഹാൻ പരിശുദ്ധനാണ്, അൽ മലിക് രാജാവായ, അൽ ഖുദ്ദൂസ് എല്ലാ അർത്ഥത്തിലും വിശുദ്ധനായ അള്ളാഹു. ഈ വിശുദ്ധ വചനമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്ർ നമസ്കാരത്തിന് ശേഷം ചൊല്ലിയിരുന്നത്. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും വിത്റുകൾക്ക് ശേഷം സ്ഥിരമാക്കാൻ നമുക്ക് സാധ്യമാകണം. പ്രവാചകൻ്റെ വളരെ ശ്രദ്ധേയമായ ദിക്ർ എന്ന നിലക്ക് ഇത് ആരുടെയെങ്കിലും ശ്രദ്ധയിലില്ലെങ്കിൽ അവരോട് പറയുകയും ഈ ദിക്ർ കൂടി നമസ്കാര ശേഷം പതിവാക്കാൻ ആവശ്യപ്പെടുകയും അതുവഴി പ്രവാചകൻ്റെ സുന്നത്ത് പൂർണ്ണമായി മുറുകെ പിടിക്കുന്നവരായി മാറുകയും വേണം. മൻ ദല്ലാല ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഒരു നന്മ ആരെങ്കിലും അറിയിച്ചു കൊടുത്താൽ ആ അറിയിച്ചു കൊടുത്ത വ്യക്തിക്ക് ചെയ്ത വ്യക്തിയുടെ അത്ര തന്നെ പ്രതിഫലം ലഭിക്കുമെന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓഫറാണ്. ആ ഓഫർ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ ഇതുപോലുള്ള എല്ലാ നന്മകളുടെയും പ്രചരണം, ഹദീസുകളുടെ പ്രചരണം ഇൻഷാ അല്ലാഹ് നമ്മളിലൂടെ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടായാൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും. നാം ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നാൽ പോലും നാം മുഖേന ഇത്തരം നന്മകൾ തുടങ്ങിയ ആളുകൾ ബാക്കിയായാൽ നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും. ആ അർത്ഥത്തിൽ എല്ലാ പുണ്യകർമ്മങ്ങളെയും സ്നേഹിക്കാനും പ്രചരിപ്പിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.